ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ ഒരു ക്യാറ്റിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. 10,300 MBA ആസ്പിറൻസും കഴിഞ്ഞ വർഷത്തെ MBA ആസ്പിറൻസും ഒക്കെ ഉള്ളത്. സോ അതിനകത്താണെങ്കിലും ഇന്റർനെറ്റിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈവൻ ന്യൂസ് ചാനലുകളിലാണെങ്കിലും ഈവൻ ന്യൂസ് പ്രിന്റ് മീഡിയാസിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് IIT-യിലെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, IIM-ലെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, MBA-യുടെ ഒരു വാല്യൂ കുറഞ്ഞു വരികയാണ്. ഇന്നലെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വൺ ഓഫ് ദി വീഡിയോസ്, അത് ഒരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് MBA-യുടെ ഫീസ് കൂടിക്കൂടി വരികയാണ്, MBA-ന്ന് കിട്ടുന്ന പ്ലേസ്മെന്റ് കുറഞ്ഞു വരികയാണ്. പിന്നെ MBA ഇന്ത്യയിൽ പൊതുവെ ഇപ്പം ഇന്റർനാഷണൽ ബി സ്കൂൾസ് നോക്കുകയാണെങ്കിൽ, അത് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ പറയുന്ന യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം അല്ല പറയുന്നത്. ടോപ്പ് ബി സ്കൂൾ ലൈക്സ് ഹാർവർഡ്, സ്റ്റാൻഫോർഡിലൊക്കെ ആണെങ്കിൽ ആവറേജ് വർക്ക് എക്സ്പീരിയൻസ് 4 വർഷമാണ്. ഇൻസീഡ് എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള വേൾഡ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ് ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് റാങ്കിങ്ങിൽ ഇന്റർനാഷണലി ഉള്ളടത്ത് വർക്ക് എക്സ്പീരിയൻസ് ആവറേജ് 7 വർഷമാണ്. ഇന്ത്യയിൽ അത് വരുമ്പോഴത്തേക്ക് ആവറേജ് വർക്ക് എക്സ്പീരിയൻസ് 1.5 to 2 years ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെല്ലാത്തിനും ഭയങ്കര ഹറിയിലാണ്, അതായത് എത്രയും പെട്ടെന്ന് എഡ്യൂക്കേഷൻ തീർക്കാനുള്ള ഹറിയിലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. പിന്നെ ഉള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള കുറച്ച് അധികം ക്രിറ്റിസിസംസ് ആയിരുന്നു ഇന്ത്യൻ MBA വെച്ചിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് എടുക്കുന്നത് ശരിയാവില്ല, പിന്നെ ജോലി സാധ്യതകൾ കുറയുകയാണ്, മുതലായ കാര്യങ്ങൾ. സോ ഇതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലോജിക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ എന്റെ എല്ലാത്ത ചാനലിലെല്ലാം MBA കുറിച്ച് അല്ലെങ്കിൽ നല്ല ടോപ്പ് ബി സ്കൂൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ടോപ്പ് കോളേജസിനെ കുറിച്ച്, Tier 1 കോളേജസിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേത് റിസർച്ചും കൂടെ ചെയ്ത് നോക്കുക, ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് മേക്ക് സെൻസ്, അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, MBA-യുടെ പ്ലേസ്മെന്റ്സ് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഫീസ് കൊടുത്ത് MBA പഠിക്കുന്നത് ശരിയല്ല. ശരിക്കും സാധാരണ നമ്മളുടെ ഒരു എക്സ്പേർട്സ് ഒക്കെ പറയുന്ന ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ, ഒരു മാർക്കറ്റ് സ്ലോ ഡൗണിലൂടെ ഗ്ലോബലി അല്ലെങ്കിൽ ഒരു രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ദി ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ഒരു ഹയർ സ്റ്റഡീസ്, ദാറ്റ് എ ടോപ്പ് ഹയർ സ്റ്റഡീസ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഈ വർഷം എസ്പെഷ്യലി IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കുറവ് സാലറി ഇൻക്രിമെന്റ് കിട്ടി ഏതായിരിക്കും. ഈവൻ ഞാൻ കേട്ടിട്ടുള്ളത് വലിയ കമ്പനീസ്, ഒറാക്കിൾ പോലുള്ള കമ്പനീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റിൽ മാത്രമേ അവർ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുള്ളൂ. സാറിന് 15%, 18% ഒക്കെ കൊടുത്തിട്ടുള്ള കമ്പനീസ് പോലും 8%. അപ്പം കൂടുതൽ ഇൻക്രിമെന്റ് കൊടുക്കാത്ത കമ്പനീസ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത്, വേണമെന്നുണ്ടെങ്കിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോളൂ എന്നുള്ള ഒരു പോളിസിയാണ്. കാരണം അവർക്കും എന്താ പറയാ, അത്രയധികം പ്രൊജക്ട്സ് കിട്ടുന്നില്ല. മൊത്തത്തിലൊരു ഗ്ലോബൽ സിനാരിയോ ആണ്, മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ കമ്പനീസ് റിക്രൂട്ട്മെന്റ് ഒരു മാർക്കറ്റ് ബൂമിൽ നിൽക്കുന്ന ഒരു സമയത്തുള്ള പോലെ ഉണ്ടാവില്ല, വിച്ച് ഈസ് ലൈക്ക് കോമൺ സെൻസ്. അത് ഏതൊരാളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ MBA-യുടെ പ്ലേസ്മെന്റ്സ് താഴോട്ട് പോവുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തെങ്കിലും ട്രെൻഡ് എടുത്തിട്ട് ഓരോ വർഷം കഴിയും തോറും നമ്മളുടെ ആവറേജ് CTC കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ കയറിയ വർഷം, ഞാൻ MBA-ക്ക് കയറിയ 2020-ലാണ്, പാസ് ഔട്ട് ആയത് 2022-ലാണ്. 2020-ലെ പ്ലേസ്മെന്റിൽ നിന്ന് ഒരു 2-3 lakhs ജമ്പ് ഉണ്ട് 2021-ലെ പ്ലേസ്മെന്റ്സ്. 2021-ല് എഗെയിൻ ഒരു മാർക്കറ്റ് സ്ലോ ഡൗണിലായിരുന്നു, എന്നിട്ട് പോലും ഒരു 3 lakhs ജമ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വർഷം ആയപ്പോഴത്തേക്കും പിന്നെയും ജമ്പ് ചെയ്തു. 2023-ല് പിന്നെ അത് ജമ്പ് ചെയ്തു. നമ്മളുടെ വർഷം ഏതാണ്ട് 2022-ല് ഏതാണ്ട് 25 lakhs ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടടുത്ത വർഷം ഏതാണ്ട് 4 lakhs ജമ്പ് ചെയ്തുകൊണ്ട് 29 lakhs-ലോട്ടോ മറ്റോ ആയിരുന്നു ജമ്പ് ചെയ്തത്. ഞാൻ IIM ഇൻഡോറിന്റെ കേസ് മാത്രം പറയുന്നത്. ദിസ് ഈസ് വെരി സിമിലർ ടു ബാക്കിയുള്ള ബി സ്കൂൾസും. അതായത് IIM ABC ഒക്കെ 30 lakhs പ്ലസ് 32 lakhs 33 lakhs ഒക്കെ കയറിയിരുന്നു കഴിഞ്ഞ ഒരു 4 years. ഈ വർഷത്തെ സ്പെസിഫിക് സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബലി മാർക്കറ്റ് സ്ലോ ഡൗണിലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അത് ഒരു MBA-യുടെ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ടോ അല്ല. ഗ്ലോബലി എല്ലായിടത്തും ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് കുറഞ്ഞിട്ടുണ്ട്.
ഓൾറെഡി ജോലിയിലുള്ളവർക്ക് ഇൻക്രിമെന്റ് അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റിക്രൂട്ട്മെന്റ് കുറച്ച് മോശമായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നിട്ട് തന്നെ ഇപ്പൊ IIM ലക്നൌവിൽ ഒരുപാട് ആൾക്കാർ അൺപ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് കണ്ടു. പക്ഷെ എത്ര പേര് IIM ലക്നൌ ആ ന്യൂസ് വന്നതിൽ ഒരാഴ്ചയിൽ 100% ബാച്ച് പ്ലേസ്ഡ് ആക്കി എന്നുള്ള ന്യൂസ് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. IIM ബാംഗ്ലൂർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, IIM ഇൻഡോർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. IIM ഇൻഡോർ ആയിരുന്നു ഫസ്റ്റ് ഓൾഡ് IIM ടു പ്ലേസ് 100% ഓഫ് ദി ബാച്ച്. ആ ന്യൂസ് ഒക്കെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ, എസ്പെഷ്യലി IIT IIM കുറിച്ച് അല്ലെങ്കിൽ ടോപ്പ് കോളേജുകളെ കുറിച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഒരു സന്തോഷം കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ലിങ്ക്ഡിനിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും എനിക്ക് അവിടെ തോന്നുന്നുണ്ട്. വൈ? ബിക്കോസ് എന്തെങ്കിലും ഒരു IIT IIM ഗ്രാജുവേറ്റ് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും, IIT എന്നുള്ള ടാഗ് വെച്ചിട്ട് അതിന് എളുപ്പത്തിൽ ഇത് കിട്ടുമെന്ന്. പക്ഷെ IIT എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാൻ വേണ്ടി അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും അവർ കഷ്ടപ്പെട്ട് അന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കിട്ടാത്ത ആൾക്കാർ വൈൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ നെഗറ്റീവ് ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന പോലെ ഇത് കഴിഞ്ഞിട്ട് അവര് 100% പ്ലേസ്ഡ് ആക്കുന്ന പോസിറ്റീവ് ന്യൂസ് ആരും പോസ്റ്റ് ചെയ്യുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, IIT ബോംബെയിൽ 36% അൺപ്ലേസ്ഡ് ആയി എന്നുള്ളത്. ഇത് ബിടെക്കിന്റെ കാര്യമാണ് പറയുന്നത്. ബിടെക് എന്തൊരു മേഖല അല്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി സ്കൂൾസിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ആവറേജ് പാക്കേജിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്ലേസ് ആവുക. 25 lakhs ആണ് ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഒരു 20 to 30 lakhs ഇടയ്ക്കായിരിക്കും കിട്ടുക. ഒരുപാട് വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. പക്ഷെ IITs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലി അല്ലെങ്കിൽ NITs അല്ലെങ്കിൽ എനി ബിടെക് കോളേജ് ട്രഡീഷണലി ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ സ്പെക്ട്രമാണ്. അതായത് 1 കോടി 1.5 കോടിയൊക്കെ പാക്കേജ് കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ആവറേജ് പൊതുവെ ഷൂട്ടപ്പ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ബ്രാഞ്ചസ് വേർ പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. ഇതൊരു സ്ഥിരമായിട്ട് പണ്ട് തൊട്ടുള്ള ഫിനോമിനാണ്. ഇത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിക്കും അയ്യോ IITയുടെ ഒക്കെ ഡിമാൻഡ് പോയില്ല. ഒരിക്കലും അല്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഈ 2 ബ്രാഞ്ചസിലാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടക്കാറുള്ളത്. എവിടെ വേണമെങ്കിലും ഇപ്പം NIT കാലിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ NIT കാലിക്കറ്റിലെ ആവറേജ് പാക്കേജ് ഒരു 10-12 ലക്ഷം ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ആവറേജ് പാക്കേജ് ഒരു 18-20 ലക്ഷം രൂപയായിരിക്കും. എപ്പോഴും വളരെ ഹയർ ആയിരിക്കും. പക്ഷെ അറ്റ് ദി സെയിം ടൈം ദർ ആർ ഓൾസോ ബ്രാഞ്ചസ് ലൈക്ക് സേ പ്രൊഡക്ഷൻ, കെമിക്കൽ അല്ലെങ്കിൽ ഈവൻ സിവിൽ, പിന്നെ ഈവൻ ആർക്കിടെക്ചർ ബിടെക്കിൽ കൗണ്ട് ചെയ്യില്ല. പക്ഷെ ഇതുപോലുള്ള ബ്രാഞ്ചസിലൊന്നും ആരും ഒരു പ്ലേസ്മെന്റ് നോക്കിയിട്ടല്ല വരുന്നത്. ഇനി പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിലും അവർ കുറച്ച് തെന്നിയോ തെറിച്ചോ വരുന്ന IT പ്ലേസ്മെന്റ്സിൽ കയറി പോവുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഫ് യു ടേക്ക് ദി സ്പെക്ട്രം ഓഫ് പാക്കേജസ് ദാറ്റ് ഹാസ് ബീൻ ഓഫേർഡ് ടു IITians ഓർ NITians ഓർ എനി ബിടെക് കോളേജ്, ബിടെക് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു സിവിലിലൊക്കെ ഉള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ പോലെയുള്ള ഇനിഷ്യലി അത്ര ഡിമാൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊ അത്ര ഒരു ഡിമാൻഡ് ഇല്ലാത്ത ബ്രാഞ്ചസിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 lakhs 5 lakhs ഒക്കെ ആയിരിക്കും ഈവൻ IITs പോലും സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുക. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആകുമ്പോൾ അത് ഒരു 25-30 lakhs ആവും. ഈവൻ 1.5 കോടി രൂപയൊക്കെ പാക്കേജ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അവിടെ എപ്പോഴും ഒരു സ്പെക്ട്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ MBA ഗ്രാജുവേറ്റ്സിനെ പോലെ അല്ല. IITs എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഈവൻ IIMൽ പോയി കഴിഞ്ഞാൽ ഫ്രഷേഴ്സ് ആയിട്ട് IIT കഴിഞ്ഞിട്ട് MBAക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. IIT ബോംബെ തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് എന്താണ്, അവർ നടത്തിയ എക്സിറ്റ് സർവേയില് ഏതാണ്ട് 13% ആൾക്കാർ IITians അവർ ഹയർ സ്റ്റഡീസിൽ പോവാണ്. ഈ 13% ഈ 36% പെടുന്ന ഒരു നമ്പറാണ്. ശരിക്കും ഇത് ചെയ്യേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റിന് ഇരുന്ന ആൾക്കാരിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഫുൾ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ബാച്ചസ് വിൽ ബി ഹാവിംഗ് ഡിഫറെന്റ് പ്രയോറിറ്റി. ഒരു IITയിലാവുമ്പോൾ ഫ്ലിപ്കാർട്ട് ഇപ്പം IIT ഡൽഹിയിൽ ഒറ്റ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ് ഫ്ലിപ്കാർട്ടും മീഷോയും ഉഡാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവരൊക്കെ ശരിക്കും ഈ പറയുന്ന ഇവരുടെ ലോജിക്ക് വെച്ചിട്ട് ഈ ന്യൂസുകാരുടെ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ 3 ജോലി കിട്ടാത്ത ഹതഭാഗ്യരാണ് സച്ചിൻ ബൻസലും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവരൊക്കെ വലിയ വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ പോയിട്ടുണ്ട്. സോ 2% ഈ IIT ബോംബെയിൽ ഈ 36% കാര്യം പറയുമ്പോഴും 2% ഓൺടർപ്രണർഷിപ്പിനും 12% ഹയർ സ്റ്റഡീസിന് ടോപ്പ് കോളേജുകളിൽ അബ്രോഡും ഇന്ത്യയിലും IIMസിലും ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ 9% UPSC. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിവിൽ സർവീസിന് UPSC ക്രാക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ശതമാനം ആൾക്കാർ IITians ആണ്. സോ അതിനെ ആസ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കരിയർ ബ്രേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. 4 വർഷം ബിടെക് കഴിഞ്ഞാൽ ദേ ഹാവ് ഗ്രാജുവേറ്റ് ഫ്രം ആൻ IIT. നാട്ടിലെ ഒരു സാധാ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പോലെ അല്ല. എനിക്കറിയാവുന്ന ഇപ്പൊ എന്റെ തന്നെ ഒരു ഫ്രണ്ട് ബിറ്റ്സിന്ന് പാസ് ഔട്ട് ആയിട്ട്, സോ ബിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് IITയുടെ ലെവലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ബിറ്റ്സിന്ന് പാസ് ഔട്ട് ആയിട്ട് 2 വർഷം
നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് അവിടെ കുറച്ച് മെഡിറ്റേഷൻ ചില്ലിങ്ങും ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ദർ ആർ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ്, അറൌണ്ട് ലൈക്ക് 4%, 5%, 6% who just take a break to figure out things. And അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ദേ ആർ ഗെറ്റിംഗ് എ ഗുഡ് ഇനഫ് ജോബ്. വൈ? ബിക്കോസ് ദേ ആർ ഓൾവേസ് ഹാവിംഗ് ദി ബാക്കിംഗ് ഓഫ് ആ ഒരു ബ്രാൻഡ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ബിടെക് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു ആൻസർ 1,000 questions because I don't have the brand. But once they have the brand, they have the leverage to do all these things, right? So ഈ മിസ്ലീഡ് ചെയ്യുന്ന ന്യൂസുകൾ, ഇനി ആ വീഡിയോയിൽ പറഞ്ഞ ഈ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോയിലുള്ള കുറച്ച് വേറെ ക്രിറ്റിസിസംസ്, അതിൽ ഒരെണ്ണം നെഗറ്റീവായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല IIMസിനും they had to go back to their alumni and ask them, can you please recruit our students? This is the best thing about IIMs, right? Alle, this is the best thing about legacy business schools or legacy schools or top schools, because ഇവർക്ക് ഇത്രയും അലൂമിനി നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്, ഇത്ര അധികം ആൾക്കാർ പല കമ്പനീസിന്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് കൊണ്ട്, ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ദാറ്റ് വെനെവർ ദേ ആർ ഇൻ എ ചലഞ്ച് ദേ ക്യാൻ ഗോ ബാക്ക് ടു ദെയർ അലൂമിനീസ്. ആൻഡ് അത് ചോദിക്കുക തന്നെയാണ് വേണ്ടത്, അതൊരു മോശം കാര്യമല്ല. ഇവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസീഡില് 7 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ പഴയ കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ തന്നെ പഴയ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് പ്ലേസ്ഡ് ആക്കാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇന്റർനാഷണൽ ബി സ്കൂൾസ് ഇൻക്ലൂഡിംഗ് സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് ഇതൊന്നും പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സെനാരിയോ ഇല്ല. നിങ്ങൾ അവിടെ പോയി നിങ്ങൾ സ്വയം ഇന്റേൺഷിപ്പ് കണ്ടെത്തണം, നിങ്ങൾ സ്വയം ഈ പറയുന്ന പ്ലേസ്മെന്റ് കണ്ടെത്തണം. അപ്പൊ അവിടെയൊക്കെ പഠിക്കാൻ പോകുന്നവര് ഈ കോഴ്സിനാണ് പോകുന്നത്, അല്ലാതെ അവിടുത്തെ പ്ലേസ്മെന്റ് കണ്ടിട്ടല്ല പോകുന്നത്. നിങ്ങൾ അപ്പൊ പ്ലേസ്മെന്റിനെക്കാളും മുകളിൽ ഇതിനെ ഈ പറയുന്ന ടോപ്പ് എഡ്യൂക്കേഷനെ നിങ്ങൾ കണക്കാക്കണം. കാരണം അവരൊക്കെ സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് ഒക്കെ പറയുന്നത് വളരെ ക്ലിയറാ, നമ്മളൊരു പ്ലേസ്മെന്റ് ഏജൻസി അല്ല, നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് അതിന് അവർ 1.5 കോടിയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള റിട്ടേൺ ഉണ്ട്, വെരി ഫെയർ. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക്, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റിടത്തും ഒന്നും ഇല്ലാത്തൊരു വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ടോപ്പ് ബിസിനസ് സ്കൂളിലുണ്ട്. ഈവൻ ഇത്രയും മോശം മാർക്കറ്റ് കണ്ടീഷൻ ആയിട്ട് പോലും 100% സ്റ്റുഡൻസിനെ അവർ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്, ദാറ്റ് ടു വിത്തൗട്ട് എ ഹ്യൂജ് ഡ്രോപ്പ് ഇൻ ആവറേജ് പാക്കേജ് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലൈക്ക് എല്ലാം മോശമായിട്ട് പോകുമ്പോഴും ആ ഉള്ള മോശത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പുറത്തു വരുന്ന അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എഗെയിൻ ടോപ്പ് സ്കൂൾസിലുള്ള ആൾക്കാർക്കാണ്. പിന്നെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന വേറെ ക്രിറ്റിസിസംസ് എന്ന് പറഞ്ഞാല് ഫീസ് കൂടുന്നു എന്നുള്ളത്. ദിസ് ഈസ് വെരി ഫെയർ. ഐ മീൻ ഇന്ത്യയിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10-12 വർഷം എടുത്തു കഴിഞ്ഞാൽ അക്രോസ് IITs, അക്രോസ് IIMs ഫീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേറൊരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ്, എനിക്ക് അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഇത് അറിയില്ല, പക്ഷെ അവര് സെൽഫ് ആയിട്ട് അവര് ഫിനാൻസ് ചെയ്യേണ്ട രീതിയിലാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫാക്കൽറ്റീസിനെ സാലറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കോളേജുകൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഫീസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. BET NIT, BET IIT, BET IIM ഫീസ് കൂടിയിട്ടുണ്ട്, അത് എല്ലാ വർഷവും കൂടി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലോണ് വളരെ ഈസിലി കിട്ടും. ഈ ലോൺ എടുത്ത് നിങ്ങൾ തലേ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ 25 ലക്ഷം രൂപയുടെ ലോണെന്നായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ ലോണ് ഒരു 15 വർഷം ടെന്യൂറിൽ നിങ്ങൾ അടച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന EMI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. ഇപ്പൊ ഞാൻ എടുത്ത സമയത്ത് ഏതാണ്ട് ഒരു 18 lakhs ലോണിൽ എനിക്ക് EMI ഉണ്ടായിരുന്നത് 16,000 rupees ആണ്. ഐ വാസ് പേയിങ് 21,000, ബട്ട് ഞാനിപ്പോ ഒന്നുകൂടെ EMI റീസെറ്റ് ചെയ്ത് ഏറ്റവും മിനിമത്തിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് 16,000. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ എന്തിന് കൂടുതൽ പൈസ വെറുതെ അടയ്ക്കണം, 16,000 രൂപ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ മാസവും അടച്ചു പോകാവുന്നതേ ഉള്ളൂ. ആൻഡ് 16,000 രൂപ അടയ്ക്കാനുള്ള ജോലിയൊന്നും നിങ്ങൾക്ക് MBA കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ യു ആർ നോട്ട് മെൻ ഫോർ ഇറ്റ്. അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ താഴ്മയായ അപേക്ഷ. കാരണം ഇവിടെ ഇപ്പം ഒരു സ്വിഗ്ഗി ഡെലിവറിക്ക് പോയാൽ പോലും നിങ്ങൾക്ക് ഒരു 18,000 രൂപ 20,000 രൂപ മാസം കിട്ടുന്നുണ്ടാവും. സോ ഒരു MBA ടോപ്പ് ബി സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 16,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപ EMI ഒരു മാസം അടയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ അത് നിങ്ങളെ ത്രെട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ആക്ച്വലി ലാക്കിംഗ് ദി മിനിമം സെൽഫ് കോൺഫിഡൻസ് ദാറ്റ്സ് റിക്വയർഡ് ടു ഗെറ്റ് ഇൻ ടു എ ടോപ്പ് ബി സ്കൂൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫോർഗെറ്റ് ഓൾ ദി നെഗറ്റീവ്സ്. ഐ മീൻ ഇത് ആദ്യമായിട്ട് ഒന്നും അല്ല ഇങ്ങനത്തെ ഈ പറയുന്ന ടോപ്പ് ബി സ്കൂൾസിനെതിരെയുള്ള നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ടോപ്പ് കോളേജസിനെതിരെയുള്ള നെഗറ്റിവിറ്റീസ്. ഞാൻ പറയാമല്ലോ, ഇത് ഈ പറയുന്ന ടോപ്പ് ബി സ്കൂൾസിന്റെ അല്ലെങ്കിൽ ടോപ്പ് കോളേജസിന്റെ ഒന്നും ഒരു ലെഗസിയും അല്ലെങ്കിൽ അവരുടെ ഒരു ഡിമാൻഡ് ഒന്നും ഒരിക്കലും നശിച്ചു പോകാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താണ്, നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുകയാണ്, സിമ്പിൾ ആയിട്ട് നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുകയാണ്, ഒരു യൂണിക്കോൺ കമ്പനിയാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ദി ടാലൻസിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് പോയിട്ട് ഓരോരോ ഈ പറയുന്ന മുക്കിലും മൂലയിലുള്ള കോളേജുകളിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അവിടെ നിന്ന് ടാലന്റ് ഉണ്ടോ എന്ന് നോക്കി ഫിൽട്ടർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ബിസിനസ് സ്കൂളിൽ പോയിട്ട്
നല്ല പൈസ കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഫിൽറ്റേർഡ് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ഒരു അഷുറൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടും. ദേ ഓൾസോ കം വിത്ത് an assurance that okay ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് because you have cracked that sort of ഈ പറയുന്ന entrances to get in and you have also navigated through that sort of challenge in your 2 years right at that college അല്ലെങ്കിൽ ബിടെക് ആണെങ്കിൽ 4 years. സോ അതിനാണ് അവിടെ പൈസ വരുന്നത്, അല്ലാതെ നിങ്ങളുടെ ഒരു മാസ്മരികമായ കഴിവ് കണ്ടിട്ടൊന്നും അല്ല നിങ്ങൾക്ക് അവിടെ പൈസ വരുന്നത്. ആൻഡ് that will still be there. അത് പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു ബ്രാൻഡ് ലെഗസി ഒന്നുമല്ല. പിന്നെ ഓൾസോ തിങ്ക് അബൌട്ട് ദിസ്, നിങ്ങളുടെ ഈ പറയുന്ന ടോപ്പ് ഡെഫിനറ്റ്ലി ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഞാൻ പഠിച്ച കോളേജിന് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും ഡെഫിനറ്റ്ലി. സോ ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കോളേജസിലുള്ള അലൂമിനീസ് അവരുടെ കോളേജസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന ടോപ്പ് കോളേജസ് ഏതെടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെയുള്ള 10, 30, 40, 50, 60 വർഷമായിട്ടുള്ള പണ്ടിറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പം നിങ്ങൾ നോക്കി കാണുന്ന കമ്പനികളിലൊക്കെ VP പൊസിഷൻസും ടോപ്പ് റോൾസിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. സോ വെൻ ദേ വോണ്ട് ടു റിക്രൂട്ട് ദെയർ ഫസ്റ്റ് ചോയ്സ് വിൽ ബി ടു ഗോ ബാക്ക് ടു ദെയർ ഓൺ ക്യാമ്പസ്. സോ ദിസ് ഈസ് ഹൗ ദി അലൂമിനി തിങ് ഓൾസോ വർക്ക്സ്. സോ അതുകൊണ്ട് ഇപ്പം ഈ മാർക്കറ്റ് സ്കൗട്ടിൽ ഞാൻ MBA ഇൻവെസ്റ്റ് ചെയ്യണോ, ഞാൻ പറയാമല്ലോ MBAയുടെ ഫീസിന്റെ കാര്യം ഞാൻ അഗെയിൻ ഒന്നുകൂടെ റീഇറ്ററേറ്റ് ചെയ്യാണ്. 10-20,000 രൂപ മാക്സിമം പോയി ഒരു 25,000 രൂപ EMI മാസം നിങ്ങൾക്കൊരു MBA കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പറ്റൂല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ don't go for this one because maybe you will be best suited for ഒരു ഫിക്സഡ് സാലറി കിട്ടുന്ന ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗവൺമെന്റ് ജോബ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. പക്ഷെ ഇഫ് യു ആർ റെഡി ടു ടേക്ക് ചാലഞ്ചസ് ബിക്കോസ് മാർക്കറ്റ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരും ഓൺടർപ്രണേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന IIMsഉം IITsഉം ഒക്കെ. നോട്ട് എവരി വൺ ഡു ദാറ്റ് ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് 5% ഡു ദാറ്റ് ആൻഡ് റെസ്റ്റ് 95% ഓൾസോ ദേ വർക്ക് വിത്ത് ദി കോർപ്പറേറ്റ് ബട്ട് they do crazy stuffs out there. അവരവരുടെ ടോപ്പ് ലീഡർഷിപ്പ് റോൾസിൽ പോകുന്നതാണ്. സോ ഈ ഒരു വിന്നർ ആറ്റിറ്റ്യൂഡ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് ഒരു മിനിമം സെൽഫ് കോൺഫിഡൻസ് വേണം. ഇഫ് യു ആർ ബാങ്കിങ് ഇറ്റ് ഓൾ ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എനിക്ക് ഒരു കഴിവുമില്ല, ഞാനിവിടെ എങ്ങനെയും പഠിച്ച് കയറിക്കോളാം, പിന്നെ അവരെന്നെ എടുത്തോണ്ട് നടക്കണം എന്നുള്ളൊരു ലോജിക്കിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഇറ്റ്സ് ആക്ച്വലി ഒരു കോംപ്ലിമെന്ററി സാധനം. നിങ്ങൾക്ക് ഒരു കഴിവും സ്കിൽ സെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ the institute will actually act as the rest 50%. 50% വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ആ 50% ശരിക്കും ഈ IIM IIT ബ്രാൻഡും അവിടെ നിന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും അത് നമുക്ക് തരുന്നൊരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെരി റൈറ്റ്ലി പറയാൻ പറ്റും. കാരണം whenever you go to say even when you go to family circles or when you go to say ഇപ്പം എനിക്ക് തന്നെ പണ്ട് എന്റെ ബിടെക് ഞാൻ സ്റ്റേറ്റ് കോളേജിൽ നിന്ന് ചെയ്തതാണ്, ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തതാണ്. ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് മെയിൽ ചെയ്യുമ്പോൾ, അതായത് അറിയാത്ത ഒരാൾക്ക് ഒരു ഇൻവെസ്റ്ററിനൊക്കെ മെയിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസും MBA IIM കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന റെസ്പോൺസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റത് 3-4 ദിവസം പിറകെ നടന്ന് ജെന്റിൽ റിമൈൻഡർ അയച്ചാൽ കിട്ടുന്ന റെസ്പോൺസ് ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് കോൾ അഷ്വേർഡ് ആണ്. സോ ആ ഒരു സാധനം കിട്ടുന്ന ഒരു സംഭവത്തിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. സോ കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം വീഡിയോ, ബട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ take an informed decision, it's your call. Ultimately I am not to force, but these are the realities. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. And thanks a lot for watching the video. Bye bye.